കോൺഗ്രസിനെതിരെ പരാതി നൽകി കോട്ടയ്ക്കലിലെ മുസ്ലിം ലീഗ് നേതൃത്വം. കോട്ടയ്ക്കൽ നഗരസഭയിലെ ഗാന്ധിനഗർ വാർഡിലെ ലീഗ് ജനറൽ സെക്രട്ടറിയായ മങ്ങാടൻ അബ്ദു പ്രചാരണം ആരംഭിച്ചു. LDFുമായി സഖ്യത്തിനൊരുങ്ങി കോൺഗ്രസ്. മൃഗീയ ഭൂരിപക്ഷമുള്ള മുസ്ലിം ലീഗ് കോട്ടയിലാണ് മുന്നണി മാറ്റത്തിനൊരുങ്ങുന്നത്. ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയെന്നറിയപ്പെടുന്ന മലപ്പുറം കോട്ടക്കലിൽ UDF മുന്നണി സംവിധാനം തകിടം മറിയുകയാണ്. കോൺഗ്രസിന് അനുവദിച്ച സീറ്റിൽ ലീഗ് നേതാവ് മത്സരരംഗത്തെത്തിയതാണ് കടുത്ത ഭിന്നതയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇതോടെയാണ് 35 വാർഡുകളുള്ള കോട്ടക്കലിൽ 19 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ലീഗിന്റെ സിറ്റിംഗ് വാർഡുകളിലടക്കം 5 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ്. ഉഭയകക്ഷി തീരുമാനപ്രകാരം കോൺഗ്രസിന് അനുവദിച്ചത് 9 സീറ്റാണ്. ഇതിൽ 32ാം വാർഡായ ഗാന്ധിനഗറിലാണ് വാർഡ് ലീഗ് ജനറൽ സെക്രട്ടറിയായ മങ്ങാടൻ അബ്ദു പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത്. മങ്ങാടൻ അബ്ദുവിന്റെ ബന്ധു കൂടിയായ മങ്ങാടൻ മരക്കാർ എന്ന ബാപ്പുട്ടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ലീഗ് നേതാവിനെ മത്സരരംഗത്ത് നിന്ന് പിൻവലിക്കണമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആവശ്യം. കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ച കുർബാനി വാർഡിലും വനിതാ ലീഗ് നേതാവ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. CPM സ്ഥാനാർത്ഥി വിജയിച്ച ഇവിടെ 3ാം സ്ഥാനമാണ് കോൺഗ്രസിന് ലഭിച്ചത്. മാത്രമല്ല, ഇവരെ മത്സര സമയത്ത് പുറത്താക്കിയ ലീഗ് നേതൃത്വം ആഴ്ചകൾക്കകം ബാങ്ക് ഡയറക്ടറായി തെരഞ്ഞെടുക്കുകയും പൂർവാധികം ശക്തിയോടെ ലീഗ് പാളയത്തിൽ തന്നെ എത്തിക്കുകയും ചെയ്തു. വിമത സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. എന്നാൽ കൺവെൻഷൻ നടത്തി വാർഡ് ലീഗ് കമ്മിറ്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും കോൺഗ്രസിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന പൊതുവികാരമാണ് കോൺഗ്രസിനുള്ളത്. UDF ഐക്യം തകർക്കാനുള്ള ഇത്തരം നീക്കങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ LDFുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യം പോലും ആലോചിക്കുമെന്നും കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് സേതുമാധവൻ പറഞ്ഞു. നമ്മൾ നിർണായക ശക്തിയായിട്ടുള്ള ഞങ്ങൾക്ക് ഗണ്യമായ വോട്ടുള്ള ചില വാർഡുകൾ അത് 10ഓളം വരും. കാരണം ഞങ്ങൾക്ക് തന്ന ഒരു സീറ്റ് അത് കഴിഞ്ഞ 5 വർഷം മുമ്പ് ജില്ലാ UDFിൻ്റെ ചെയർമാൻ വന്നിട്ട് തീർപ്പാക്കിയ സീറ്റാണ്. ഇപ്പോൾ ഈ ഗാന്ധിനഗർ 5 വർഷം മുമ്പ് 2020 ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് ആ സീറ്റിലാണ് ഇപ്പോൾ ഇവിടെ വിമതൻ മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ ചില പ്രാദേശിക നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണ് ആദ്യം നിന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തൽക്കാലം കോട്ടക്കല ചർച്ച ഞങ്ങൾ UDF സിസ്റ്റപ്രകാരം ഇവിടെ പരാജയപ്പെട്ട പിന്നെ ജില്ലാ തലത്തിലും പിന്നെ സംസ്ഥാന തലത്തിലും ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ലീഗിൻ്റെ പഴയ കൗൺസിലർ അബ്ദുള്ള കുട്ടി പറഞ്ഞ ഒരാൾ അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അതാണ് നമ്മൾ ഈ മുന്നണി ബന്ധം കോട്ടക്കലിൽ തകരാറാവാൻ കാരണം. അതേസമയം കോൺഗ്രസ് LDFുമായി സഖ്യമുണ്ടാക്കുമെന്ന മാധ്യമ വാർത്തയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയതായി മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KK നാസർ പറഞ്ഞു. കോട്ടക്കലില് UDFുമായി സഖ്യത്തിലായിരിക്കും കോട്ടക്കലിൽ UDF സംവിധാനം ഉണ്ടാക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFന് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും സീറ്റിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും സീറ്റിൽ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഭാരവാഹികളോ ഏതെങ്കിലും നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളോ പ്രവർത്തകരെ മത്സരിച്ചാൽ ശക്തമായ നടപടി മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ്. ഇതല്ലാതെ വേറെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. UDFിൽ ഇപ്പോൾ കോട്ടക്കൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ പ്രശ്നം ജില്ലാ സംസ്ഥാന നേതാക്കന്മാരെ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി തീർക്കുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ആ പ്രശ്നം ഞങ്ങൾ MLAയും ഞങ്ങൾ പാർട്ടിയുടെ നേതൃത്വം ഒക്കെ ഞങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ നടപടിയുമായും ഞങ്ങൾ മുന്നോട്ട് പോകും. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ UDFിന്റെ കെട്ടുറപ്പും ശക്തമായ രീതിയിലുള്ള ഒരു സംവിധാനമായിട്ട് ഇവിടെ UDF മുന്നേറ്റ് പോകും. കഴിഞ്ഞ ദിവസം CPMമായി വരെ സഖ്യത്തിലേക്ക് നീങ്ങാൻ ആലോചിക്കുന്നതായി കോൺഗ്രസിന്റെ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞു. അതിനെങ്ങനെയാണ് മുസ്ലിം ലീഗ് കാണുന്നത്? അത്തരത്തിൽ ഒരു ബാലിശമായിട്ടുള്ള പ്രസ്താവന കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നായിട്ട് പല ചാനലുകളും റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾ പരാതിയായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പരാതിയുമായി കോൺഗ്രസിനെ സമീപിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വം ഞങ്ങളോട് പറഞ്ഞത് ഇതൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പ്രസ്താവന ഇനി ഉണ്ടാകില്ല, പക്വമില്ലാത്ത ഒരു പ്രസ്താവനയായിട്ടാണ് അതിനെ ഞങ്ങൾ കാണുന്നത്. അത്തരത്തിൽ കോൺഗ്രസ് ആ രീതിയിൽ നീങ്ങുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല. വാർഡിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അഭിപ്രായവും വികാരവുമാണ് താൻ സ്ഥാനാർത്ഥിയായതെന്നും പ്രചാരണത്തിലേറെ മുന്നോട്ട് പോയതെന്നും മങ്ങാടൻ അബ്ദു പറഞ്ഞു. അപ്പം ലീഗിൻ്റെ ഒരു സീറ്റാണിത്. ആ സീറ്റ് ആണ് ഞങ്ങൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പാർട്ടി തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊരു വിമത പ്രവർത്തനമാണ് എന്നുള്ളത് ഇവിടുത്തെ മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തകർ ഒരിക്കലും പറയില്ല. ഇതിവിടുത്തെ നിജസ്ഥിതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. ഞാനൊരിക്കലും ലീഗ് വിമതനല്ല.
ലീഗ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ആവശ്യത്താണ് ഞങ്ങൾ മത്സരിക്കുന്നത്. വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി മങ്ങാടൻ അബ്ദുവിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നതും ലീഗ് നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസിന്റെ ആത്മാഭിമാനമാണ് വാർഡിലെ സ്ഥാനാർത്ഥിത്വം. UDF മുന്നണിയിലെ വിഭാഗീയത വോട്ടാക്കി മാറ്റാൻ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് ബഷീറിനെ ഗാന്ധിനഗറിലെ മണ്ണിലിറക്കി മീൻ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF-നുള്ളത്. M5 ന്യൂസ്, കോട്ടക്കൽ.